മേഘനേട്ടത്തി ഒരു പാവമാണ് മോം. മിഥുനേട്ടന് ചേരുന്നതും മേഘനേട്ടത്തിയ. അത് നിന്റെ വിവരക്കേട് കൊണ്ട് പറയുന്നതാ. തേനിൽ ചാലിച്ച് 4 വാക്ക് പറഞ്ഞതുകൊണ്ട് ആളുകളുടെ മനസ്സ് നല്ലതാവണമെന്നില്ല. സഞ്ജന, നല്ലതും ചീത്തയൊക്കെ അവിടെ മാറ്റിവെക്ക്. എത്രയോ കാലമായി മഞ്ജരിയും മിഥുനും തമ്മിൽ പ്രണയിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ മഞ്ജരി തന്നെ വേണം മിഥുന്റെ ഭാര്യയായി ജീവിക്കാൻ. ഇനി അത് നടക്കാൻ പോകുന്നില്ലെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. പ്രിയംവതയുടെ കുക്കിന് ജീവനുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും സഞ്ജു. കരുക്കൾ നീക്കാൻ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. മിഥുനേട്ട പെട്ടെന്ന് വാ, ഓടിക്കാൻ നിതിൻ. അപ്പൊ വെളിച്ചപ്പാടറിയാണ്ട് അമ്പലത്തിലൊരു ഹോമം തന്നെ നടന്നിരിക്കുകയാണല്ലോ. ഇത്രയും സംഭവിച്ചിട്ടും മേഘന ഒരു വാക്ക് പോലും ആരെ അറിയിച്ചിട്ടില്ല. ഇത് മതി അരുണമേന്ന വെളിച്ചപ്പാടിന് മുൻപിൽ നിന്നെ വലിച്ചു കീറാൻ. കൃത്യസമയത്താ ഇങ്ങനെ ഒരു ബ്രഹ്മാസ്ത്രം എന്റെ കയ്യിൽ കിട്ടിയത്. ചോരച്ചതികളിലൂടെയുള്ള പ്രിയംവതയുടെ യാത്ര എന്റെ ഈ ഒളിപ്പോരിൽ ഈയാമ്പാറ്റകളെ പോലെ ഓരോരുത്തരായി അടർന്നു വീഴും. കേട്ടില്ലേ? എന്താ മേഘനെ? എന്തു പറ്റിയേട്ടാ? ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാതെ ഏത് ലോകത്തായിരുന്നു? ഒന്നുമില്ല മേഘനെ. അല്ലല്ല, എന്തോ വലിയ ആലോചനയിലായിരുന്നു. അത് കാണുമ്പോ തന്നെ മനസ്സിലാവും. മിഥുനേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് പറയേ. എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. പ്രശ്നം എന്താണെങ്കിലും നമുക്ക് ഒരുമിച്ചൊരു പരിഹാരം കണ്ടെത്താം. ഇനി പരിഹാരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് മിഥുനേട്ടനെ ഒന്ന് സമാധാനിപ്പിക്കെങ്കിലും ചെയ്യാലോ. പറ മിഥുനേട്ടാ. ചില സമയത്ത് വലിയ ആളുകളെ പോലെ നീ സംസാരിക്കുന്നേ. അതൊക്കെ നിക്കട്ടെ, ആദ്യം കാര്യം എന്താന്ന് പറ. വേറൊന്നുമല്ല മേഘനെ, നാളെ മദേഴ്സ് ഡേ അല്ലേ. എന്തെങ്കിലും ഒരു നല്ല ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ എന്താ കൊടുക്കണ്ടേന്നൊരു കൺഫ്യൂഷൻ. അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നേ. ഓ, നാളെ മദേഴ്സ് ഡേ ആണല്ലേ. എന്ത് കൊടുത്താലായിരിക്കും നന്നാവുന്നത്? മോമനത് കാണുമ്പോ തന്നെ സർപ്രൈസ് ആയിരിക്കണം. അതുപോലത്തെ ഒരു ഗിഫ്റ്റ് ആയിരിക്കണം. കണ്ടാൽ തന്നെ സർപ്രൈസ് ആവുന്ന രീതിയിൽ എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? കണ്ടില്ലേ, നിനക്കൊന്നും മനസ്സിൽ വരുന്നില്ലല്ലോ. കുറച്ചു നേരമായിട്ട് ഞാനും അത് തന്നെ ഇങ്ങനെ ആലോചിക്കുന്നത്. ചാന്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, പൊട്ടുതൊടുന്നൊരു നാണം തീരത്ത്. ചാന്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, പൊട്ടുതൊടുന്നൊരു നാണം തീരത്ത്. നിൻ ചുടു നിശ്വാസത്തിൻ കാറ്റത്ത് എന്നില എന്നയറിഞ്ഞരികത്ത്. ചാന്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, പൊട്ടുതൊടുന്നൊരു നാണം തീരത്ത്. ഈ പേപ്പേഴ്സിൽ നീ എനിക്ക് സൈൻ ചെയ്തു തരണം. എന്താ ഇത്? ഡിവോഴ്സ് പേപ്പേഴ്സ്. മേഘനെ, മോമിന് എന്ത് ഗിഫ്റ്റാ വാങ്ങിക്കണ്ടെന്ന് വല്ല പിടിയും കിട്ടിയോ? എന്റെ മനസ്സിൽ ഒരു നല്ല ഐഡിയ തോന്നുന്നുണ്ട്. എന്നാ എന്താന്ന് പറ. യു ആർ റൈറ്റ് മേഘനെ. എന്റെ മോമിന് മദേഴ്സ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും ഇത്. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. ഇത്രയും നേരമായിട്ട് എന്റെ തല തെളിയാത്തത് നീ എങ്ങനെ കണ്ടുപിടിച്ചേ? പിന്നല്ല, മേഘന ആരാന്നാ കരുതിയേ? ഐഡിയാസിന്റെ ഒരു കല പറയാണ്. പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞാൻ കഴിഞ്ഞേ ഉള്ളൂ. ദാറ്റ് ഈസ് മേഘന. വേലത്തെങ്ങാനും കൊണ്ടുപോയി തല കാണിക്കരുതേ. ആകാശമറിയാതെ സൂര്യനുണരുന്നു അമ്മേ നിന്നെ കണി കാണുവാൻ. അലയാഴി അറിയാതെ കടലാഴമൊഴുകുന്നു അമ്മേ നിന്നെ താരാട്ടുവാൻ. നെഞ്ചിൽ പാൽ തേടുന്നു വൈകിടാവ് പോലെ എന്റെ കുറുമ്പിന്റെ കുറുമണി കുസൃതികൾ. Thank you. മിഥുൻ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കുഞ്ഞുനാൾ തൊട്ട് ഇവിടെ ഒരു കുറവുമില്ലാതെ മോൻ വളർത്തിയത്. പാടിന്റെ ബുദ്ധി കൊള്ളാലോ. എന്റെ മക്കളെ അവള് പാട്ടിലാക്കി. മദേഴ്സ് ഡേയുടെ ആശംസകൾ
എന്റെ മക്കൾക്ക് എന്നോട് പറയാൻ തോന്നുന്നില്ല. പക്ഷെ നീ വല്യമ്മയാണെന്നുള്ളത് മറന്നല്ലേ? അവർ ആശംസാ വർഷങ്ങൾ നിന്നിലേക്ക് ചൊരിയുന്നത്. സ്നേഹം അഭിനയിച്ച് നീ എന്റെ മക്കളെ പോലും വശത്താക്കി. നിന്റെ ഈ ആട്ടത്തിന് ഞാനൊരു അറുതി ഉണ്ടാക്കുന്നുണ്ട്. കാരണവത്തി ചമഞ്ഞുള്ള അധികാര സ്ഥാപനം കഴിഞ്ഞ 25 വർഷമായി ഞാൻ അനുഭവിക്കാം. ഇതിൽ നിന്നൊരു രക്ഷ വേണമെങ്കിൽ ആദ്യം മിഥുന്റെയും മഞ്ജരിയുടെയും കല്യാണം നടത്തി കൊടുക്കണം. എന്നിട്ട് നീ ഉറഞ്ഞു തുള്ളി തളരുമ്പോ ഈ വീടിന്റെ അധികാരം ഞാൻ കൈക്കലാക്കും. ഹാപ്പി മദേഴ്സ് ഡേ അമ്മേ. ഇതെന്താ മേഘനെ, എങ്ങുമില്ലാത്തൊരു പുതിയ ശീലമാണല്ലോ. അമ്മായിയമ്മ എപ്പോ തൊട്ട് നിനക്ക് അമ്മയായി മാറിയത്? ഏതു വകുപ്പിലാ നീ മദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നത്? ഏട്ടന്റെ അമ്മയാണെന്ന് അറിയാൻ ചെറിയമ്മേ. പക്ഷെ കല്യാണം കഴിച്ചു വന്നപ്പോ അമ്മയെന്ന് വിളിക്കാനല്ലേ അച്ഛൻ പറഞ്ഞത്. അന്നു മുതൽ വിളിപ്പേരായിട്ട് മാത്രമല്ല, അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്കിന്ന് ഇവര് രണ്ടുപേരും ആ സ്ഥാനത്ത് തന്നെയാ. മനസ്സിലെ സ്ഥാനം അച്ഛന്റെ അമ്മയുടേതാവുമ്പോ മദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ലല്ലോ. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് നീ പറഞ്ഞത്. നീ ഈ വീട്ടിലെ പേരിന് മാത്രമാണ് മരുമകള്. എന്റെ മനസ്സിൽ നീ എന്നും എന്റെ മൂത്ത മകളാ. എന്തൊക്കെയാ ആന്റി ഇവിടെ നടക്കുന്നേ? ഓരോ ദിവസം അരുണിമാനിയുടെ മട്ടും ഭാവം മാറുകയാണല്ലോ. മേഘനെ 1 കിലോമീറ്റർ അകലെ നിർത്തേണ്ടതിന് പകരം മോളെ മരുമോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വരെ കൊടുത്തില്ലേ? നീ പേടിക്കണ്ട മഞ്ജരി. ഇപ്പോൾ ഈ അമ്മയും മോളും കളിയൊക്കെ 13 മാസം കഴിയുന്നവരെ മാത്രമേ ഉണ്ടാവൂ. അതിനുശേഷം ഈ കുടുംബത്തിന് മേഘനയുടെ യാതൊരു ആവശ്യവും ഉണ്ടാവില്ല. മിഥുന്റെ ജാതകത്തിലുള്ള ഖണ്ഡവും കടന്നു പോകും. അപ്പ ചേച്ചി മേഘനയെ പടിപ്പുരയ്ക്ക് പുറത്തു നിർത്തുമെന്ന് ഉറപ്പല്ലേ? അതെങ്ങനെയായാലും കൊള്ളാം. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മേഘനയോടുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ കാണുമ്പോ പേടിയാവുക. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഡോണ്ട് വറി മഞ്ജരി. മേഘനയുടെ ഈ സന്തോഷവും നെഗളിപ്പും ഒന്നും ഒത്തിരി നേരം നിലനിൽക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു ലാൻഡ് മൈൻ പൊട്ടിത്തെറിക്കാൻ പോവുക. ആ പൊട്ടിത്തെറിയോടെ ഈ പ്രേമവും സ്നേഹവും ഒക്കെ ചിന്നിച്ചെതറാൻ പോകുന്ന നീ കണ്ടോ? ആന്റി എന്താ ചെയ്യാൻ പോകുന്നേ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ മോളെ? കഥ കേട്ട ശേഷം സിനിമ കണ്ടാൽ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടാവില്ല. യു വെയിറ്റ് ആൻഡ് സീ. ഹാപ്പി മദേഴ്സ് ഡേ മോം. സോറി മോം, പറയാൻ മറന്നു. ഹാപ്പി മദേഴ്സ് ഡേ. സാരമില്ല മക്കളെ, ഇപ്പോഴെങ്കിലും ഞാൻ നിങ്ങളുടെ അമ്മയാണെന്ന് ഓർമ്മ വന്നല്ലോ. സോറി മോം. വല്യമ്മയെ വിഷ് ചെയ്ത് മോമിനെ വിഷ് ചെയ്യാതിരുന്ന മോമിനെ എങ്ങനെ ഫീൽ ചെയ്യുന്നറിയാൻ വേണ്ടി മനഃപൂർവ്വം പറയാഞ്ഞതാ. നല്ലോണം കവർ ചെയ്യുന്നുണ്ട്. സ്വന്തം അമ്മയോടാണോടാ കള്ളത്തരം? അരുണിമേ, എന്തൊക്കെയുണ്ട്? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എന്താ പെട്ടെന്ന് ഈ വഴിക്ക്? പ്രത്യേകിച്ച് ഒന്നുമില്ല അരുണിമേ. ഇപ്പൊ മിഥുന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് കണ്ട് വിശേഷം അന്വേഷിച്ചു പോവാന്ന് കരുതി.
അതിന് മിഥുൻ എന്തു പറ്റിയിട്ട്? അവൻ സുഖമായിട്ടിരിക്കുവാണല്ലോ. അത്രയും വലിയ തല്ല് നടന്നിട്ടും അവനൊരു കുഴപ്പമില്ലെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആതിരെ, നീ ഏത് കാര്യത്തെക്കുറിച്ച് പറയുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മിഥുൻ സുഖമായിട്ട് ജീവിക്കുമ്പോ ആതിരെന്ത് എങ്ങനെ എന്തോ നടക്കാൻ പാടില്ലാത്തത് നടന്ന പോലെ? എന്റെ പൊന്നരുണിമേ, അപ്പൊ നീ ആ വൈറലായ വീഡിയോ ഒന്നും കണ്ടില്ലേ? ഏത് വീഡിയോ ആണ് ആതിരെ? ദേ ഇതൊന്ന് നോക്കിയേ. എവിടെ നോക്കട്ടെ. അപ്പൊ നിങ്ങളാരും ഇതുവരെ ഈ വീഡിയോ കണ്ടില്ലായിരുന്നോ? പോട്ടെ, സാരമില്ല. വല്ലോന്റെ ഇടി കൊണ്ട് മിഥുന് അനങ്ങാൻ പറ്റാതെ കിടക്കുവാണോന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങള് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോന്നെ. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. നിങ്ങൾ വാ. ഇതെപ്പോ നടന്ന സംഭവ? രണ്ടുപേരോടും കൂടി ഞാൻ ചോദിച്ചേ, ഇതെപ്പോ എവിടെ വെച്ച് നടന്നതാണെന്ന്. ആനിവേഴ്സറിയുടെ ആഘോഷങ്ങൾ ഇവിടെ നടക്കുമ്പോ നിതിനെ ആ ജഗദീഷ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിരുന്നു അമ്മേ. അയാളുടെ അടുത്തുനിന്ന് നിതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാനും മിഥുനേട്ടനും കൂടെ പോയിരുന്നു. അവിടെ വെച്ചാ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്. അത് ശരി, നീ അപ്പൊ അത്രയ്ക്കായല്ലേ? ആദ്യമേ ഞാൻ നിന്നോട് എന്താ പറഞ്ഞിരുന്നേ? മിഥുന്റെ കാര്യത്തിൽ സന്തോഷാണെങ്കിലും പ്രശ്നമാണെങ്കിലും അത് എന്നോട് പറയണമെന്നായിരുന്നില്ലേ? അമ്മ എന്നോടത് പറഞ്ഞിരുന്നതാ. എന്നാലും എന്താടി നിന്റെ എന്നാലും? എന്റെ മോനോട് എനിക്കുള്ള സ്നേഹവും കരുതലും എത്രത്തോളാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അവനൊരു മൊട്ടുസൂചി കൊണ്ടാലും അതെന്റെ ഹൃദയത്തെ കീറി മുറിക്കാന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ? എന്നിട്ടും ഇത്രയും വലിയൊരു കാര്യം നീ എന്റെ അടുത്ത് ഒളിപ്പിച്ചു കളഞ്ഞല്ലോ മേഘനെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. മിഥുൻ, നീ മിണ്ടരുത്. നീയാണിപ്പോ പറയേണ്ടത്. എന്നോട് തുറന്നു പറയാൻ മിഥുന് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ചിലപ്പോ ഞാൻ വഴക്ക് പറയാന്നുള്ള പേടിയായിരിക്കാം. പക്ഷെ നീ എന്തിനാ എന്നോട് മറച്ചത്? അമ്മയെ ഞാൻ മനഃപൂർവ്വം ഒന്നും, സത്യത്തിൽ അവിടെ എന്തുണ്ടായെന്ന് വെച്ചാ. നീ സത്യം ഒളിച്ചു വെക്കാൻ മാത്രമല്ല, എന്റെ മോനെ കൊണ്ട് നീ എന്നോട് കള്ളവും പറയിപ്പിച്ചു. ഇന്ന് വരെ എന്നോട് കള്ളം പറയാത്ത എന്റെ മോൻ നിന്റെ വാക്ക് കേട്ട് ഇതെല്ലാം എന്നോട് ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ നിന്റെ ഉദ്ദേശം എന്താണ്? മിഥുനെ നിന്റെ ചൊൽപ്പടിക്ക് നിർത്തണമെന്നായിരിക്കും അല്ലേ? എന്റെ മോനോട് നിന്റെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ നോക്കുവാണല്ലേ? അങ്ങനെയൊന്നും പറയില്ലമ്മേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞിട്ട് നീ എന്നോട് കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇതത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ആന്റിയുടെ പ്ലാൻ തകർത്ത് കളഞ്ഞല്ലോ. എന്നാലും മിഥുന്റെ ആ വീഡിയോ ആന്റി കാണിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടായേനെ. ചില സന്ദർഭങ്ങളില്
ഡയറക്റ്റ് വേയേക്കാളും ഇൻഡയറക്റ്റ് വേയിലെ പണി എളുപ്പം നടക്കും. ഞാൻ ആ വീഡിയോ കാണിച്ചിരുന്നെങ്കിൽ മനഃപൂർവ്വം മേഘനയെ ടാർഗറ്റ് ചെയ്യാണെന്ന് മിഥുന് തോന്നിയേനെ. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ കാണിച്ചപ്പോ ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല. മിഥുന്റെ കാര്യത്തിൽ ഇനി ഒരു വാക്ക് പോലും നുണ പറയില്ലെന്നും സത്യം ഒളിപ്പിക്കില്ലെന്നും ആ മഹാമായെ തൊട്ട് നീ സത്യം ചെയ്യും. ഇതിലിപ്പോ എന്താ ഇത്ര ആലോചിക്കാനുള്ള? സത്യം ചെയ്ത് കൊടുക്ക്. നീ വന്ന് കേറിയപ്പോ തൊട്ട് വീട്ടിൽ ആർക്കും ഒരു സമാധാനവും കിട്ടിയിട്ടില്ല. ചേച്ചിയുടെ ആധിപത്യത്തിന് മങ്ങലേൽക്കുകയും നിന്റെ വാക്കുകൾക്ക് മിഥുൻ വില കൽപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ മാറി മറിയാൻ കാരണം നീ ഒരുത്തി പറയുന്ന കള്ളത്തരങ്ങളാണ്. ചേച്ചി ചോദിച്ച പോലെ ഇനി ഒരിക്കലും നുണ പറയില്ലെന്ന് ആ മഹാമായെ തൊട്ട് സത്യം ചെയ്യും. നീ സത്യം ചെയ്യുന്നുണ്ട് മേഘനെ? നിന്നോട് സത്യം ചെയ്യാനാ പറഞ്ഞത്. അരുണിമേ, നീ എന്താ ഇവിടെ കാണിക്കുന്നത്? അച്ഛാ, മേഘൻ ഇവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നറിയോ? എനിക്കറിയാം, എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ മേഘനെ എന്ത് തെറ്റ് ചെയ്തു എന്നാ? അതെന്താ അച്ഛാ? മിഥുന്റെ കാര്യങ്ങൾ എന്നോട് പറയാതെ ഇവിടെ ഒളിപ്പിച്ചത് അത് തെറ്റാണെന്ന് അച്ഛന് തോന്നുന്നില്ലേ? മോളെ അരുണിമേ, മോനോടുള്ള നിന്റെ സ്നേഹാധിക്യം മറ്റാരേക്കാളും നന്നായി മേഘന മനസ്സിലാക്കിയിട്ടുണ്ട്. അവനൊരു അപകടത്തിൽ ചെന്ന് ചാടിയെന്നറിഞ്ഞ നീ പേടിക്കുന്ന കരുതിയിട്ടല്ലേ അവള് പറയാതിരുന്നേ? അങ്ങനെ നോക്കുമ്പോ അവള് ചെയ്തത് നല്ല കാര്യമല്ലേ? അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സഹിക്കാൻ പറ്റുമായിരുന്നോ? നീ മാത്രമല്ല, മക്കളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ കേട്ടാൽ ഒരമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല.